നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള പാസ്പോർട്ടുകളുടെ പട്ടികയിൽ UK പാസ്പോർട്ടിന് കുത്തനെ ഇടിവ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം UK പാസ്പോർട്ട് 8ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. പട്ടികയിലെ ആദ്യ 10ൽ നിന്നും US പുറത്തായി. US ഇപ്പോൾ മലേഷ്യക്കൊപ്പം 12ാം സ്ഥാനത്ത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള ലോകം കാത്തിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിൽ വേദിയൊരുങ്ങുന്നു. താനും പുടിനും തമ്മിൽ ബുഡാപെസ്റ്റിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ലണ്ടനിലെ ഭവന നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് താങ്ങാനാവുന്ന വീടുകൾ നിർമ്മിക്കാനും അവയ്ക്ക് ഉയർന്ന സബ്സിഡികൾ അവകാശപ്പെടാനും ഡെവലപ്മെന്റ് അനുവദിക്കുന്ന സർക്കാർ പദ്ധതി വരുന്നു. UK-യിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥരടക്കം 1.8 ദശലക്ഷം ആളുകൾക്ക് സ്മാർട്ട് ഫോൺ അധിഷ്ഠിത വെറ്ററൻ കാർഡ് വെള്ളിയാഴ്ച മുതൽ ലഭ്യമാക്കും. സർക്കാരിന്റെ ഡിജിറ്റൽ ഐഡി സ്കീം പരീക്ഷിക്കുന്നതിന്റെ ആദ്യഘട്ടം. ആസ്ബസ്റ്റോസ് കലർന്ന ടാൽക്കടങ്ങിയ ബേബി പൗഡർ UK-യിൽ മനഃപൂർവ്വം വിറ്റഴിച്ചതായി ആരോപിച്ച് US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസണെതിരെ 3000-ലധികം UK-ക്കാർ നിയമ നടപടിയിലേക്ക്. വിമാനങ്ങളിലെ വളർത്തുമൃഗങ്ങളെ ബാഗേജായി തരംതിരിക്കാമെന്ന് യൂറോപ്യൻ നീതിന്യായ കോടതി. ഇനി മുതൽ വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടാൽ വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. UK-യിൽ ഹണി ട്രാപ്പിലൂടെ പണം തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. റൊമാൻസ് തട്ടിപ്പുകൾ തടയാൻ ബാങ്കുകൾ കർശന നടപടിയെടുക്കണമെന്ന് ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി. US സർക്കാർ പെന്റഗണിൽ വാർത്താ റിപ്പോർട്ടിംഗിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാലിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ഡസൻ കണക്കിന് റിപ്പോർട്ടർമാർ ആക്സസ് ബാഡ്ജുകൾ തിരികെ നൽകി പെന്റഗൺ വിട്ടു. ഓസ്കാർ അവാർഡ് ജേതാവ് ഡോക്ടർ റസൂൽ പൂക്കുറ്റിക്ക് UK-യിൽ ആദരവുമായ കലാ ആനുവൽ ഡേ നാളെ. റസൂൽ പൂക്കുറ്റി കലാ പുരസ്കാരം ഏറ്റുവാങ്ങുക ബർഖംസ്റ്റഡ് സെന്റിനറി തിയേറ്ററിൽ വെച്ച്. ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെയുള്ള 16 BJP മന്ത്രിമാരും രാജിവെച്ചു. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ് രാജി. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. ഗൂഢാലോചനയിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. KPCC-യിൽ പുനഃസംഘടന നടപ്പായി. രാഷ്ട്രീയകാര്യ സമിതിയിൽ 6 പേരെ കൂടി ഉൾപ്പെടുത്തി AICC നേതൃത്വം പുതിയ പട്ടിക തയ്യാറാക്കി. 13 വൈസ് പ്രസിഡന്റുമാരെയും 58 ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള പാസ്പോർട്ടുകളുടെ പട്ടികയിൽ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പാസ്പോർട്ടിന് കുത്തനെ ഇടിവ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം 184 രാജ്യങ്ങളിലേക്ക് വിസ രഹിത ആക്സസ് ഉള്ള യുണൈറ്റഡ് കിങ്ഡം ഇപ്പോൾ ക്രൊയേഷ്യ, എസ്റ്റോണിയ, സ്ലോവാക്യ, സ്ലോവേനിയ, UAE എന്നിവയ്ക്കൊപ്പം ലോകത്ത് 8ാം സ്ഥാനത്തായി താണു. ജൂലൈയിൽ സൂചിക അവസാനമായി പ്രസിദ്ധീകരിച്ചതിൽ UK പാസ്പോർട്ട് ബ്രിട്ടീഷുകാർക്ക് 186 രാജ്യങ്ങളിലേക്ക് പ്രവേശനം ഉറപ്പാക്കി 6ാം സ്ഥാനത്തായിരുന്നു. ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 പുതിയ റിപ്പോർട്ട് പ്രകാരം ഏഷ്യൻ രാജ്യങ്ങളാണ് പട്ടികയിൽ മുന്നിൽ. 193 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ പൗരന്മാരെ അനുവദിക്കുന്ന സിംഗപ്പൂരാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. 190 രാജ്യങ്ങളുമായി ദക്ഷിണ കൊറിയ 2ാം സ്ഥാനത്തും 189 രാജ്യങ്ങളിലേക്ക് വിസ രഹിത യാത്രയുമായി ജപ്പാൻ 3ാം സ്ഥാനത്തും തുടരുകയാണ്. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള പാസ്പോർട്ടുകളുടെ പട്ടികയിലെ ആദ്യ 10ൽ നിന്നും US പുറത്തായത് ഞെട്ടിക്കുന്ന സംഭവമായി. ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം 2014 പട്ടികയിൽ 1ാം സ്ഥാനം കൈയടക്കി വെച്ചിരുന്ന US ഇപ്പോൾ മലേഷ്യക്കൊപ്പം 12ാം സ്ഥാനത്താണ്. 2025 ഏപ്രിലിൽ അമേരിക്കൻ പൗരന്മാർക്ക് വിസ രഹിത പ്രവേശനം അവസാനിപ്പിക്കാനുള്ള ബ്രസീൽ തീരുമാനവും വിയറ്റ്നാം, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ വിസകളിൽ നിന്നും US-നെ ഒഴിവാക്കിയതും അമേരിക്കയെ പട്ടികയിൽ നിന്നും ഏറെ താഴെ പോകാൻ കാരണമാക്കി. ഇരിക്കുന്ന കൊമ്പ് മുറിച്ച ഒരു വിദ്വാനെ പറ്റി കേട്ടിട്ടില്ലേ? അതിന്റെ ന്യൂജൻ വേർഷൻ കാണണമെങ്കിൽ അങ്ങ് അമേരിക്കയിൽ ട്രംപിനെ നോക്കണം. മുന്നും പിന്നും നോക്കാതെ ട്രംപ് എറിഞ്ഞുടച്ചത് അമേരിക്കയുടെ അടിത്തറയുടെ കല്ലുകളാണ്. അത് ബാധിച്ചത് ട്രംപിനെ മാത്രമല്ല, മുഴുവൻ അമേരിക്കൻ ജനതയെയും കൂടിയാണ്. ഇത്രയും ബോധമില്ലാത്ത ഒരു നേതാവിന് ചുമക്കേണ്ടി വന്ന ഗതികേട് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും വന്നിട്ടുണ്ടായില്ല. അധികാരത്തിൽ വന്നിട്ട് സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും വളർച്ചയും നൊബേലും ഒക്കെ തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യം. അമേരിക്കയ്ക്ക് വേണ്ടി, അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ട്രംപ് ഇരു കൈയും മലർത്തി ആകാശത്തോട്ട് നോക്കും. ഒരു കാലത്ത് ലോകത്തിന്റെ സ്പന്ദനമായിരുന്ന, ലോകത്തിന്റെ സ്വപ്ന ഭൂമിയായിരുന്ന അമേരിക്കയെ ലോകം ഉപേക്ഷിക്കുകയാണ്. കേവലം ശ്മശാനമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക എന്ന് വേണം പറയാൻ. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പാസ്പോർട്ടുകളുടെ പട്ടികയിലെ ആദ്യ 10ൽ നിന്ന് പോലും US പുറത്തായി കഴിഞ്ഞു. കഴിഞ്ഞ 20 വർഷത്തിനിടെ ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം 2014 പട്ടികയിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന US ഇപ്പോൾ മലേഷ്യക്കൊപ്പം 12ാം സ്ഥാനത്താണ്. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് 227-ൽ 180 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം ലഭിക്കുന്നു. വിസ ആവശ്യമില്ലാതെ സന്ദർശിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് പാസ്പോർട്ടുകളെ റാങ്ക് ചെയ്യുന്നത്.
ബ്രിട്ടീഷ് പാസ്പോർട്ട് എത്ര ശക്തിയുള്ളതാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ആ ചെറിയ പുസ്തകത്തിന്റെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ വിസയില്ലാതെ ലോകത്തിലെ ഏകദേശം 200 രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളുടെയും പാസ്പോർട്ടുകൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞ ചില വർഷങ്ങളിലായി ബ്രിട്ടീഷുകാർക്ക് വിസയില്ലാതെ പ്രവേശിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് ആ നീല നിറത്തിലുള്ള ചെറിയ പുസ്തകം ഇപ്പോൾ 10 വർഷങ്ങൾക്ക് മുൻപുള്ളതുപോലെ ശക്തമായതല്ല. ഒക്ടോബർ 14 പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ബ്രിട്ടീഷും നോർത്തേൺ അയർലൻഡിലെ പാസ്പോർട്ടും ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനത്തേക്ക് താഴ്ന്നിരിക്കുകയാണ്. 184 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാനുള്ള അവകാശത്തോടെ യുണൈറ്റഡ് കിങ്ഡം ഇപ്പോൾ ലോകത്തിൽ 8ാം സ്ഥാനത്താണ്. ക്രൊയേഷ്യ, എസ്റ്റോണിയ, സ്ലോവാക്യ, സ്ലൊവേനിയ, UAE തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം കഴിഞ്ഞ ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ഇൻഡെക്സിൽ ബ്രിട്ടീഷുകാർക്ക് 186 രാജ്യങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ചിരുന്നു. അതായത് 2 രാജ്യങ്ങൾ കുറവായി. കൂടാതെ കഴിഞ്ഞ വർഷത്തേക്കാൾ 6 സ്ഥാനങ്ങൾ താഴെയാണിപ്പോൾ. വിസയില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുമ്പോഴാണ് പട്ടികയിൽ മുന്നിലേക്ക് എത്താൻ കഴിയുന്നത്. 2025 റിപ്പോർട്ട് പ്രകാരം ഏഷ്യൻ രാജ്യങ്ങളാണ് പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത്. 193 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ പൗരന്മാരെ അനുവദിക്കുന്ന സിംഗപ്പൂരാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. 190 രാജ്യങ്ങളുമായി ദക്ഷിണ കൊറിയ 2ാം സ്ഥാനത്തും 189 രാജ്യങ്ങളിലേക്ക് വിസാരഹിത യാത്ര അനുവദിച്ചുകൊണ്ട് ജപ്പാൻ 3ാം സ്ഥാനത്തും തുടരുന്നു. അതേസമയം US, UK തുടങ്ങിയ പരമ്പരാഗത ശക്തികൾക്ക് പട്ടികയിൽ ആധിപത്യം നഷ്ടമായി. ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് US പാസ്പോർട്ടിന്റെ സ്ഥാനം താഴെയാണ്. കഴിഞ്ഞ വർഷം 80ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഇത്തവണ 85ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. അടുത്തിടെ ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ആഫ്രിക്കൻ, കരീബിയൻ രാജ്യങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയതോടെ വിസയില്ലാതെ ഇന്ത്യൻ പൗരന്മാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അതേസമയം പട്ടികയിൽ ചൈനയുടെ പാസ്പോർട്ടിന്റെ സ്ഥാനം വലിയ രീതിയിൽ ഉയർന്നു. 2015 94ാം സ്ഥാനത്ത് നിന്നിരുന്ന ചൈനയുടെ പാസ്പോർട്ട് ഈ വർഷം 64ാം സ്ഥാനത്തെത്തി. തെക്കേ അമേരിക്ക, ഗൾഫ് മേഖല, റഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ നിരവധി രാജ്യങ്ങളുമായുള്ള പുതിയ വിസാരഹിത കരാറുകളാണ് ഈ വർധനവിന് കാരണമായത്. 2025 ഏപ്രിലിൽ അമേരിക്കൻ പൗരന്മാർക്ക് വിസാരഹിത പ്രവേശനം അവസാനിപ്പിക്കാനുള്ള ബ്രസീൽ തീരുമാനവും വിയറ്റ്നാം, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ വിസകളിൽ നിന്ന് US-നെ ഒഴിവാക്കിയതും പട്ടികയിൽ താഴേക്ക് പോകുന്നതിന് കാരണമായി. എന്നാൽ ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ചൈനയിലേക്ക് വിസാരഹിത പ്രവേശനം സാധ്യമാണ്. ട്രംപിന്റെ കിറുക്കൻ നയങ്ങൾ കാരണം ഒരു രാജ്യം തന്നെ അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരിക. വികസനത്തിന്റെ എവറസ്റ്റിൽ നിന്ന് സാമ്പത്തിക മാന്ദ്യത്തിന്റെ തമോഗർത്തത്തിലേക്ക് വീണുപോവുക. ഇതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി 8 ലോകയുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന ഹുങ്കിന്റെ കൊമ്പ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ താൻ വട്ടപൂജ്യമാണെന്ന തിരിച്ചറിവിൽ തട്ടി ഒടിഞ്ഞ് തുളഞ്ഞു കയറാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള ലോകം കാത്തിരുന്ന ആ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ വേദി ഒരുങ്ങുകയാണ്. താനും പുടിനും തമ്മിൽ ബുഡാപെസ്റ്റിൽ ഉടൻ വൈകാതെ കൂടിക്കാഴ്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വ്ളാദിമിർ പുടിനുമായുള്ള 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന സംഭാഷണം വളരെ നല്ലതും ഫലപ്രദവുമായിരുന്നെന്ന് ട്രംപ് പ്രതികരിച്ചു. അടുത്തയാഴ്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം വിളിക്കാൻ റഷ്യ സമ്മതിച്ചതായി ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് എഴുതി. Could I follow up? You also posted about your call with President Putin today, and you spoke about the meeting in Hungary with him. Do you have a timeline or a date set for when? Yeah, I would say within 2 weeks or so. Pretty quick. Marco Rubio is going to be meeting with his counterpart, as you know, Lavrov, and they'll be meeting pretty soon. They're going to set up a time and a place very shortly. Maybe it's already set up. They've already spoken. And I thought it was a very good phone call. I thought very productive. But I'll be meeting with President Putin, and we'll make a determination. Tomorrow I'm meeting with President Zelensky, and I'll be telling him about the call. I mean, we have a problem. They don't get along too well, those two, and it's sometimes tough to have meetings, so we may do something where we're separate but equal. We'll meet and talk parties, but this is a terrible relationship the two of them have, and it's one of those things. I've seen things that nobody would believe, but this is one of them. So we're going to be meeting in Hungary. Viktor Orban is going to be hosting, and it's really something that's time. But did President Putin try to dissuade you from
selling Tomahawk missiles. Well, of course, what do you think he's going to say? Please sell Tomahawks? But did Is he going to say, please sell those Tomahawks? I really appreciate it. I did actually say, would you mind if I gave a couple of thousand Tomahawks to your opposition? I did say that to him. I said it just that way. He didn't like the idea. ലണ്ടനിലെ ഭവന നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതികൾ ജനത്തിന് ആശ്വാസകരമാകുമെന്ന സൂചന. താമസക്കാർക്ക് താങ്ങാകുന്ന വീടുകൾ നിർമ്മിക്കാനും അവ നിർമ്മിക്കുന്നതിന് ഉയർന്ന സബ്സിഡികൾ ലഭിക്കാൻ അവകാശപ്പെടാനും ഡെവലപ്പർമാരെ അനുവദിക്കും. എന്നാൽ നിലവിൽ അനുവദിക്കുന്നതിനേക്കാൾ കുറഞ്ഞ എണ്ണം വീടുകൾ മാത്രമാകും നിർമ്മിക്കാൻ അനുമതി. ഭവന സെക്രട്ടറി സ്റ്റീവ് റീഡും ലണ്ടൻ മേയർ സാദിഖ് ഖാനും ഒരാഴ്ചക്കകം പദ്ധതി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഈ പദ്ധതിയെ ഡെവലപ്പർമാർ സ്വാഗതം ചെയ്തെങ്കിലും യുകെയിൽ ഭവനരഹിതരുടെ എണ്ണം റെക്കോർഡായി വർദ്ധിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഭവനരഹിത സംഘടനകൾ ഇതിനെ അപലപിച്ചു. യുകെയിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥരടക്കം 1.8 ദശലക്ഷം ആളുകൾക്ക് സ്മാർട്ട് ഫോൺ അധിഷ്ഠിത വെറ്ററൻ കാർഡ് വെള്ളിയാഴ്ച മുതൽ ലഭ്യമാക്കും. സർക്കാരിന്റെ ഡിജിറ്റൽ ID സ്കീം പരീക്ഷിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും മുൻ സൈനിക ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണിത്. ചാരിറ്റികൾ, റീറ്റെയിൽ കിഴിവുകൾ, ചില പൊതുസേവനങ്ങൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകുന്ന സ്മാർട്ട് ഫോൺ അധിഷ്ഠിത വെറ്ററൻ കാർഡ് സർക്കാർ തയ്യാറാക്കുന്ന ഡിജിറ്റൽ ID ആപ്പിൽ ആദ്യത്തേക്കാവും. ഈ പാർലമെന്റ് അവസാനിക്കുമ്പോഴേക്കും യുകെയിൽ ജോലി ചെയ്യാനുള്ള അവകാശം തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള ആർക്കും ഡിജിറ്റൽ ID നൽകുവാനും അത് പിന്നീട് നിർബന്ധമാക്കാനും പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പദ്ധതിയിടുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ വികസിപ്പിക്കും. 2027 അവസാനത്തോടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ, ബാറിംഗ് ചെക്കുകൾ എന്നിവ ഉൾപ്പെടെ സർക്കാർ നൽകുന്ന എല്ലാ യോഗ്യതാ പത്രങ്ങളുടെയും ഡിജിറ്റൽ പതിപ്പുകൾ ആപ്പിലൂടെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആസ്ബസ്റ്റോസ് കലർന്ന ടാൽക്കടങ്ങിയ ബേബി പൗഡർ യുകെയിൽ മനഃപൂർവ്വം വിറ്റഴിച്ചതായി ആരോപിച്ച് ആയിരക്കണക്കിന് പേർ US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ജോൺസൺ ജോൺസണെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുകയാണ്. ജോൺസൺസ് ബേബി പൗഡർ ഉപയോഗിച്ചതിൽ നിന്നും തങ്ങൾക്കോ കുടുംബാംഗങ്ങൾക്കോ അണ്ഡാശയ അർബുദം, മെസോതെലിമിയോ എന്നിവ അടക്കം ഉണ്ടായതായി ആരോപിച്ച് ഏകദേശം 3000 പേർ ലണ്ടനിലെ ഹൈക്കോടതിയിൽ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുകയാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ പതിറ്റാണ്ടുകളായി പൊതുജനങ്ങളിൽ നിന്നും ഈ അപകട സാധ്യത മറച്ചുവെച്ചെന്ന് അഭിഭാഷകർ പറഞ്ഞു. പിന്നീട് കമ്പനി ടാൽക്കിന് പകരം കോൺസ്റ്റാർച്ച് ഉപയോഗിച്ചെങ്കിലും US-ലും കാനഡയിലും വിൽപ്പന അവസാനിപ്പിച്ച് 3 വർഷത്തിന് ശേഷം 2023 മാത്രമാണ് യുകെയിലും ആഗോള തലത്തിലും ടാൽക്ക് അധിഷ്ഠിത ബേബി പൗഡർ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും നിർത്തിവെച്ചത്. KP ലോ വ്യാഴാഴ്ച സമർപ്പിച്ച കോടതി രേഖകൾ പ്രകാരം ജോൺസൺ ജോൺസണും അതിന്റെ മുൻ അനുബന്ധ സ്ഥാപനങ്ങളായ ജോൺസൺ ആൻഡ് ജോൺസൺ മാനേജ്മെന്റും കെൻവിയു യുകെയും എല്ലാം ഈ പരാതികളെ നേരിടാൻ ബാധ്യസ്ഥരാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. വിമാനങ്ങളിലെ വളർത്തുമൃഗങ്ങളെ ബാഗേജായി തരംതിരിക്കാമെന്ന സുപ്രധാന വിധിയുമായി യൂറോപ്യൻ നീതിന്യായ കോടതി. ഇതോടെ ഇനി മുതൽ വളർത്തുമൃഗങ്ങളെ വിമാനയാത്രക്കിടെ നഷ്ടപ്പെട്ടാൽ വിമാന കമ്പനികൾ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ആവശ്യമില്ല. ബ്യൂണസ് അയേഴ്സിൽ നിന്നും ബാഴ്സലോണയിലേക്കുള്ള ഐബീരിയ എയർലൈനിലെ യാത്രക്കിടെ യാത്രക്കാർക്ക് ഒരു നായയെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് യൂറോപ്പിലെ പരമോന്നത കോടതിയായ ECJ മുമ്പാകെ ഉടമ വിമാന കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. യാത്രക്കാരെയും അമ്മയും നായയുമായി വിമാനത്തിൽ കയറിയതെ കോടതി വാദം കേട്ടു. ഒരു പ്രത്യേക പെറ്റ് ക്രേറ്റിൽ കയറിയ നായയെ വിമാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ രക്ഷപ്പെടുകയായിരുന്നു. ആ നായയെ തിരിച്ചു കിട്ടാത്തതിനാൽ യാത്രക്കാരനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് 4340 പൗണ്ട് നഷ്ടപരിഹാരം നൽകുന്ന ആവശ്യം 6 വർഷമാണ് കോടതി പരിഗണിച്ചത്. എയർലൈനായ ഐബീരിയ വളർത്തുമൃഗത്തിന്റെ നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പക്ഷേ നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് വാദിച്ചു. യാത്രക്കാരിയും അവരുടെ അമ്മയും ബാഗേജ് പരിശോധിക്കുമ്പോൾ നായ ഉണ്ടെന്ന പ്രത്യേക അറിയിപ്പൊന്നും നടത്തിയിട്ടില്ലെന്നും അതിനാൽ ഈ നഷ്ടങ്ങൾക്ക് അവകാശവാദം ഉണ്ടായിരിക്കില്ലെന്നും കമ്പനി പറഞ്ഞു. യൂറോപ്യൻ വിമാനങ്ങളിൽ വളർത്തുമൃഗങ്ങളെ അധികം കൊണ്ടുപോകാറില്ല. ചെറിയ നായ്ക്കളെ ക്യാബിനിൽ കയറ്റിവിടാറുണ്ട്. വലിയ നായ്ക്കളെ വളർത്തുമൃഗ യാത്ര നിയമപ്രകാരം അനുവദിക്കുന്ന എയർലൈനുകൾ അതിനുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്നും കോടതി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. യുകെയിൽ ഹണി ട്രാപ്പിലൂടെ പണം തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. റൊമാൻസ് തട്ടിപ്പുകൾ എന്നറിയപ്പെടുന്ന ഈ തട്ടിപ്പുകൾ തടയാൻ ബാങ്കുകൾ കർശന നടപടിയെടുക്കണമെന്ന് ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി ആവശ്യപ്പെട്ടു. ബാങ്കുകളും പേയ്മെന്റ് സ്ഥാപനങ്ങളും ഉപഭോക്താക്കളെ ഹണി ട്രാപ്പ് തട്ടിപ്പുകളിൽ നിന്നും സംരക്ഷിക്കാൻ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് യുകെയിലെ ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി ശക്തമായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പലർക്കും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. ഈ രീതിയിൽ നഷ്ടപ്പെട്ടത് തട്ടിപ്പുകൾ കൂടുതലായും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഡേറ്റിംഗ് സൈറ്റുകളുടെയുമാണെന്നും കണ്ടെത്തി. 6 പ്രധാന ബാങ്കുകളെയും പേയ്മെന്റ് കമ്പനികളെയും പരിശോധിച്ചപ്പോൾ ചില സ്ഥാപനങ്ങൾ സംശയാസ്പദമായ ഇടപെടൽ തിരിച്ചറിയാൻ പരാജയപ്പെട്ടതായും റിപ്പോർട്ടിലുണ്ട്. ലണ്ടൻ സിറ്റി പോലീസിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം റൊമാൻസ് തട്ടിപ്പുകൾ മൂലം 106 മില്യൺ പൗണ്ടാണ് പലർക്കും നഷ്ടപ്പെട്ടത്. എന്നാൽ
യഥാർത്ഥ നഷ്ടം ഇതിലും കൂടുതലാണെന്നാണ് കണ്ടെത്തൽ. SUV-കളടക്കം വലിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരോട് പാർക്കിങ്ങിന് കൂടുതൽ പണം ഈടാക്കാൻ പാർക്കിംഗ് പ്രീമിയം ഏർപ്പെടുത്തുന്ന UK-യിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കാർഡിഫ് കൗൺസിൽ. വലിയ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങളെ ചെറുക്കുന്നതിനായിട്ടാണ് സർചാർജ് എന്ന പേരിൽ കൗൺസിൽ ഉയർന്ന പാർക്കിംഗ് ഫ്രീ നടപ്പാക്കിയത്. വലിയ SUV കാറുകൾ കൂടുതൽ പാർക്കിംഗ് സ്ഥലം എടുക്കുകയും മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് അപകടം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതിനാൽ പാർക്കിംഗ് പെർമിറ്റിന് കൂടുതൽ തുക ഈടാക്കാനുള്ള നഗരത്തിനായുള്ള പുതിയ പാർക്കിംഗ് പദ്ധതിക്ക് വ്യാഴാഴ്ച കാർഡിഫ് കൗൺസിലർമാർ അംഗീകാരം നൽകുകയായിരുന്നു. മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് അപകടകാരികളായ SUV-കളുടെയും വലിയ വാഹനങ്ങളുടെയും കുത്തനെയുള്ള വർധനവ് തടയുകയാണ് പ്രീമിയം ചാർജിന്റെ ലക്ഷ്യം. 2400 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങളിൽ നിന്നും ചെറിയ വാഹനങ്ങളിലേക്ക് മാറാൻ ഡ്രൈവർമാരെ പ്രേരിപ്പിക്കുന്നതിനാണ് സർചാർജ്. വൈദ്യുതി ഇതര വാഹനങ്ങൾക്ക് ഈ പരിധി വീണ്ടും 2000 കിലോഗ്രാമായി കുറയ്ക്കും. US സർക്കാർ പെന്റഗണിൽ വാർത്താ റിപ്പോർട്ടിംഗിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാലിക്കില്ലെന്ന നിലപാടെടുത്ത് ഡസൻ കണക്കിന് റിപ്പോർട്ടർമാർ ആക്സസ് ബാഡ്ജുകൾ തിരികെ നൽകി പെന്റഗൺ വിട്ടു. അമേരിക്കൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരെ അധികാര സ്ഥാനത്ത് നിന്നും കൂടുതൽ അകറ്റുന്നതാണ് ട്രംപ് സർക്കാരിന്റെ ഈ നടപടികൾ. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് അംഗീകരിച്ചിട്ടില്ലാത്ത വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മാധ്യമപ്രവർത്തകരെ പെന്റഗണിൽ നിന്നും പുറത്താക്കുമെന്ന പുതിയ നിയമങ്ങളിൽ ഒപ്പുവെക്കാൻ മാധ്യമപ്രവർത്തകർ വിസമ്മതിച്ചതിന് പിന്നാലെയാണ് ഇറങ്ങിപ്പോക്ക്. എന്താണ്? ലോക സൂപ്പർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സായ പെന്റഗണിനെ തള്ളിപ്പറയുകയോ ബഹിഷ്കരിക്കുകയോ? ഡൊണാൾഡ് ട്രംപ് പോലും ഒരിക്കലും പൊറുക്കാത്ത കുറ്റമാണത്. അമേരിക്കയിൽ നിന്നും പിടിച്ച് പുറത്താക്കി കളയും. ആരാണ് പെന്റഗണെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയത്? മറ്റാരുമല്ല, അമേരിക്കയിലെ ധീരരായ മാധ്യമപ്രവർത്തകർ തന്നെയാണ് പെന്റഗൺ റിപ്പോർട്ടർമാർ. എന്താണ് കാരണം? പെന്റഗൺ പറയുന്ന വാർത്തകൾ മാത്രമേ കൊടുക്കാവൂ എന്നൊരു ഇൻഡാസ് മൂലാച്ചി തീരുമാനം പെന്റഗൺ കൊണ്ടുവന്നു. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രം കേട്ടിട്ടുള്ള ഈ മൂലാച്ചി നിർദ്ദേശങ്ങൾ ഇന്ന് ഈ ആധുനിക ലോകത്ത് നടപ്പാക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അതിന്റെ മറുപടി നോ എന്ന് തന്നെ. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് അംഗീകരിക്കാത്ത ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മാധ്യമപ്രവർത്തകരെ പെന്റഗണിൽ നിന്നും പുറത്താക്കുമെന്ന പുതിയ നിയമം, അതിൽ ആ രേഖയിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന ആ നിർദ്ദേശം, അത് രാജശാസനയായിരുന്നു ട്രംപിന്റെ വക. പക്ഷേ പെന്റഗണിലെ റിപ്പോർട്ടർമാർ അത് നിസ്സാരമായി അങ്ങ് നിഷേധിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞു. വാർത്താ ഏജൻസികൾ ഒറ്റക്കെട്ടായി നിന്നു ഈ വിഷയത്തിൽ. സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പീറ്റ് ഹെഗ്സത്തിന്റെ മുഖത്ത് നോക്കി തന്നെ അവർ പറഞ്ഞു. ട്രംപിന്റെ മുഖത്തടിയേറ്റതുപോലെയായി ആ മാധ്യമപ്രവർത്തകരുടെ വാക്കുകൾ. അങ്ങനെ ഡസൻ കണക്കിന് റിപ്പോർട്ടർമാർ തങ്ങളുടെ പെന്റഗൺ ആക്സസ് ബാഡ്ജുകൾ തിരികെ നൽകി കഴിഞ്ഞ ദിവസം വൈകിട്ട് പെന്റഗണിന്റെ പടിയിറങ്ങി. അമേരിക്കൻ സേനയുടെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പത്രക്കാരെ അധികാര സ്ഥാനത്ത് നിന്നും കൂടുതൽ അകറ്റുന്നതായിരുന്നു സർക്കാരിന്റെ ഈ വാറോല തന്ത്രം. അങ്ങനെ വരുമ്പോൾ പെന്റഗണിനുള്ളിൽ ഇനി മാധ്യമപ്രവർത്തകർ ഉണ്ടാകില്ല. എന്തായാലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി വേണം അവരെ പുറത്താക്കാൻ. അതിന് ഒരു നിയമം കൊണ്ടുവന്നു, അവർ ഒപ്പിട്ടില്ല, എന്നാൽ അവർ തന്നെ പൊയ്ക്കോട്ടെ എന്നായി. അങ്ങനെ മാധ്യമപ്രവർത്തകർ പെന്റഗണിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് അമേരിക്കൻ സൈന്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവർ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നൊന്നുമില്ല. അതവർ എവിടെ ഇരുന്ന് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറഞ്ഞിരിക്കുകയാണ്. മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് അധികൃതർ നടത്തുന്നതെങ്കിൽ അതങ്ങ് വൈറ്റ് ഹൗസിലോ മെലാനിയ ട്രംപിനോട് ചെന്ന് പറഞ്ഞാൽ മതി എന്നാണ്, ഇങ്ങോട്ട് വേണ്ടെന്നാണ് മാധ്യമപ്രവർത്തകർ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. പ്രതിരോധ വകുപ്പ് കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ നിശ്ചയിച്ചിരുന്ന കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയായിരുന്ന സമയം. അപ്പോഴേക്കും 40 മുതൽ 50 മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് പുറത്തിറങ്ങി. ഇനി ഒരിക്കലും ഈ പെന്റഗണിലേക്ക് തിരികെ വരില്ല എന്ന ഉറച്ച ദൃഢനിശ്ചയത്തോടെ. രേഖകളടങ്ങിയ പെട്ടികൾ, കസേരകൾ, കോപ്പി മെഷീൻ, പുസ്തകങ്ങൾ, ഫോട്ടോകൾ ഇവയെല്ലാം അവർ പെന്റഗണിൽ നിന്നും പുറത്തോട്ട് മാറ്റി. അമേരിക്കയിലെ പെന്റഗണിലെ പത്രക്കാർ ഒരുമിച്ച് നിന്ന ആ ടീമിനെ പറ്റി അഭിമാനിക്കുന്നതെന്നാണ് 2007 മുതൽ പെന്റഗണിൽ ഡെസ്കിൽ പ്രവർത്തിച്ചു വന്ന ദി അറ്റ്ലാന്റിക്കിന്റെ റിപ്പോർട്ടർ നാൻസി യൂസഫ് ഇതിനെ വിവരിച്ചത്. ഇതിന് നാൻസി എന്താണ് ചെയ്തത്? തന്റെ റൂമിലുണ്ടായിരുന്ന പശ്ചിമേഷ്യയുടെ ഒരു ഭൂപടം അവർ ഇളക്കി കാറിൽ വെച്ച് കൊണ്ടുപോയി. ഇനി അതോടെ വേണ്ടാൻ തീരുമാനിച്ചു. 56 വാർത്താ ഏജൻസികളെ പ്രതിനിധീകരിക്കുന്ന 101 അംഗങ്ങളുള്ള പെന്റഗൺ പ്രസ് അസോസിയേഷനും കടുത്ത നിലപാടാണ് ഈ വിഷയത്തിലെടുത്തത്. നിയമങ്ങൾക്കെതിരെ അവർ ശക്തമായി പ്രതികരിച്ചു. അസോസിയേറ്റഡ് പ്രസ്, ദി ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പഴയ പത്രങ്ങൾ മുതൽ ഫോക്സ്, കൺസർവേറ്റീവ് ന്യൂസ് മാക്സ് പോലുള്ള മാധ്യമ സ്പെക്ട്രത്തിലെ എല്ലാ സംഘടനകളും ഈ തീരുമാനത്തിന് മാധ്യമ റിപ്പോർട്ടർമാരോട് ഒരുമിച്ച് നിന്നു. എങ്കിലും ഏത് സാഹചര്യത്തിലും സൈന്യത്തിന്റെ വാർത്തകളിൽ ഹെഗ്സത്ത് പറയുന്നത് പോലെ അടിമപ്പണി ചെയ്യാനോ കൂലിപ്പണി ചെയ്യാനോ തങ്ങൾ തയ്യാറല്ല. വാർത്തയെ കൊടുക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണക്കാർ പലരും, ട്രംപിന്റെ കിങ്കരന്മാർ പെന്റഗൺ ആസ്ഥാനമാക്കി
ജോലി എടുക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ട്രംപിനെതിരായ വാർത്തകൾ കൊടുക്കുന്നതിന്റെ പേരിൽ കടുത്ത വെറുപ്പ്, വിദ്വേഷം, അവഗണന, പാരവയ്പ് ഇത് പെന്റഗണിനുള്ളിൽ സ്ഥിരമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് ടൈംസ്, CBS ന്യൂസ്, ABC ന്യൂസ്, വാൾസ്ട്രീറ്റ് ജേർണൽ, അസോസിയേറ്റഡ് പ്രസ് എന്നിവ ഇവർക്കെതിരെ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് നിരവധി കേസുകൾ കോടതിയിൽ കൊടുത്തിട്ടുമുണ്ട്. ഇതിലെ പ്രധാന കക്ഷി ട്രംപ് തന്നെയാണ്. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ തന്റെ പ്രതിരോധ സെക്രട്ടറിയുടെ പുതിയ തീരുമാനത്തെ ട്രംപ് അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയും ചെയ്തു. ഇതോടെ അടിമപ്പണിയും കൂലിയെഴുത്തും തങ്ങൾക്ക് ചേർന്ന പണിയല്ല, തങ്ങൾ ഈ പണിക്കില്ലെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർ പെന്റഗണിൽ നിന്നും ഒരുമിച്ച് ഇറങ്ങുകയായിരുന്നു. ലോക സമാധാനത്തിന്റെ കാര്യത്തിൽ മാധ്യമങ്ങളാണ് തടസ്സമുണ്ടാക്കുന്നതെന്നും അവർ സത്യസന്ധതയില്ലാത്തവരുമാണെന്നാണ് ട്രംപ് ഇതറിഞ്ഞ് പ്രതികരിച്ചത്. നേരത്തെ ഫോക്സ് ന്യൂസിന്റെ വാർത്താ അവതാരകനായിരുന്നു ഇപ്പോഴത്തെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത്. എന്താണ് പുള്ളി എന്ന് പറയുന്നത്? പുള്ളിയുടെ പത്രനയം തന്നെ അവിടുത്തെ പെന്റഗണിലെ അമേരിക്കയിലെ മാധ്യമ മേഖലയ്ക്ക് മൊത്തം എതിരായിരുന്നു. താൻ അറിയാതെ ഒരൊറ്റ വിവരങ്ങളും കൊടുത്തു പോകരുതെന്ന് ഹെഗ്സത്തിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അടുത്തിടെ പെന്റഗൺ നൽകുന്ന വിവരങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയെന്ന ആ നിയമങ്ങൾ അത് കൊണ്ടുവന്നതിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഹെഗ്സത്തിനെതിരെ തിരിഞ്ഞത്. വിശാലമായ പെന്റഗണിന്റെ പല ഭാഗങ്ങളിലേക്കും മാധ്യമപ്രവർത്തകർ പ്രവേശിക്കുന്നതിനെതിരെ ഹെഗ്സത്തിന്റെ നേതൃത്വത്തിൽ കനത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പല വിവരങ്ങളും ചോർന്നതിനെ കുറിച്ച് ഇപ്പോൾ ഹെഗ്സത്തും ടീമും അന്വേഷണം നടത്തി വരികയുമാണ്. ട്രംപിന്റെ നയമനുസരിച്ച് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നത്, കാര്യങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നും പാടില്ല. എന്തായാലും സർക്കാർ ലോക്ക്ഡൌൺ ചെയ്ത് ഫെഡറൽ ജീവനക്കാരെയും അതുവഴി വേതനം മുടങ്ങിയ സൈനികരെയും വരെ വെറുപ്പിച്ച്, ആശുപത്രികൾ അടച്ചുപൂട്ടി ജനത്തെയും വെറുപ്പിച്ചൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് കിങ്കരന്മാരെ മുമ്പോട്ട് പോകുമ്പോൾ അത് തകർക്കുന്നത് അമേരിക്കയാണെന്ന് അവർ ഓർക്കുന്നില്ല. അമേരിക്ക ജനതയും മൊത്തത്തിൽ ട്രംപും കിങ്കരന്മാരും ചെന്ന് വെറുപ്പിച്ചൊരു വഴിയിലായി കളഞ്ഞു. ഡെമോക്രാറ്റുകളാകട്ടെ ട്രംപിന്റെ അഹന്ത അവസാനിപ്പിക്കാതെ ഒരു ചില്ലിക്കാശ് പോലും ട്രംപ് സർക്കാർ നൽകില്ലെന്ന് ഇപ്പോൾ കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് മാധ്യമപ്രവർത്തകരുടെ പെന്റഗൺ ബഹിഷ്കരണവും. ഒക്ടോബർ 18 നാളെ UK ബെർക്കംസ്റ്റഡ് സെന്ററി തിയേറ്ററിൽ നടക്കുന്ന വർണ്ണശബളമായ പരിപാടിയിൽ ഓസ്കാർ അവാർഡ് ജേതാവ് ഡോക്ടർ റസൂൽ പൂക്കുറ്റി കലാ പുരസ്കാരം ഏറ്റുവാങ്ങും. 29ാമത് കലാ ആനുവൽ ഡേ ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയെത്തുന്ന റസൂൽ പൂക്കുറ്റി എസ്തെറ്റിക്സ് ഓഫ് സൗണ്ട് ഇൻ സിനിമ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളും റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള മുഖാമുഖവും അരങ്ങേറും. കലയുടെ പ്രധാന സംഘാടകനായ ഡോക്ടർ സുകുമാരൻ നായർ അവതരിപ്പിക്കുന്ന ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് എന്ന എവല്യൂഷൻ ഓഫ് യൂണിവേഴ്സ് ശബ്ദ ദൃശ്യ ഷോ പരിപാടിയുടെ മുഖ്യ ആകർഷണമാകും. മുച്ചീട്ടുകാരന്റെ മകൾ എന്ന നാടകം, MT വാസുദേവൻ നായർക്ക് ആദരാഞ്ജലിയെ കഥാവിസ്മയം നൃത്ത പരിപാടി, രാഗം ഭാവങ്ങൾ എന്ന സംഗീത നിശ എന്നിവയും കലാ ആനുവൽ ഡേ ആഘോഷങ്ങളിൽ കൊഴുപ്പുകൂട്ടും. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുന്ന ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് ദീപാവലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 25 ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ലണ്ടനിലെ തൊണ്ടൻ ഹീത്തിലുള്ള വെസ്റ്റ് തൊണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ദീപാവലി ആഘോഷങ്ങൾ നടക്കുക. ആചാര്യൻ താഴൂർമന വി ഹരിനാരായണന്റെ കാർമ്മികത്വത്തിൽ വിളക്ക് പൂജ, ദേവീസ്തോത്രം, ദീപാരാധന എന്നിവ നടത്തും. പൂജകൾക്ക് ശേഷം അന്നദാനവും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് സുരേഷ് ബാബു, ഗണേശ് ശിവൻ, സുഭാഷ് ശർക്കര, ജയകുമാർ ഉണ്ണിത്തൻ എന്ന ഭാരവാഹികളെ ബന്ധപ്പെടാം. പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്: ഒരു പൗണ്ട് 118.35 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.88 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.01 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനഡിയൻ ഡോളർ 62.59 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തയിലേക്ക്. നാഷണൽ ന്യൂസ്. ഫേസ് ഡിറ്റക്ഷൻ വഴിയുള്ള ആധാർ പരിശോധന കുറ്റമറ്റതാക്കാൻ സ്റ്റാർട്ടപ്പുകളിൽ നിന്നും ആധാർ അതോറിറ്റി സാങ്കേതിക വിദ്യ വഴിയുള്ള പരിഹാരങ്ങൾ തേടുകയാണ്. നിലവിൽ ഫിംഗർ പ്രിന്റ്, ഐറിസ്, OTP വഴിയാണ് ആധാർ പരിശോധന നടക്കുന്നത്. ഇനി മൊബൈൽ ക്യാമറയിൽ മുഖം കാണിച്ചും ആധാർ ഓതന്റിക്കേഷൻ നടത്താം. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിലുള്ള മുഖം യഥാർത്ഥമാണെന്ന് ഉറപ്പാക്കാനുള്ള സോഫ്റ്റ്വെയർ ടൂൾ വികസിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫോട്ടോ, വീഡിയോ, മുഖം മൂടി, ഡീപ്ഫേക്ക് തുടങ്ങിയ വഴിയുള്ള ക്രമക്കേട് തടയുകയാണ് ലക്ഷ്യം. ഫിംഗർ പ്രിന്റ് റീഡർ ഇല്ലാത്ത സാധാരണ സ്മാർട്ട് ഫോണുകളുടെ ക്യാമറ ഉപയോഗിച്ച് വിരലടയാളം പകർത്താനുള്ള സാങ്കേതിക വിദ്യയും ആധാർ അതോറിറ്റി തേടുന്നുണ്ട്. ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെയുള്ള 16 BJP മന്ത്രിമാരും രാജിവെച്ചു. മന്ത്രിസഭ
പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ് രാജി. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ദിവസങ്ങൾക്കകം നടക്കും. വരാനിരിക്കുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ, ആം ആദ്മി പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം, സാമൂഹിക സമവാക്യങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് മന്ത്രിസഭയുടെ വികസനമെന്നാണ് വാർത്ത വരുന്നത്. ധർമ്മേന്ദ്ര സിംഗ്, ഋഷീഷ് പട്ടേൽ, മുകേഷ് പട്ടേൽ, ഭൂപേന്ദ്ര സിംഗ് തുടങ്ങിയ മന്ത്രിമാർ തങ്ങളുടെ സ്ഥാനം നിലനിർത്തുമെന്നാണ് സൂചന. അസമിലെ ടിൻസുകിയ ജില്ലയിലെ കക്കോപഥാറിൽ പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാക്കി വ്യാഴാഴ്ച രാത്രി കനത്ത വെടിവയ്പും ഗ്രനേഡ് സ്ഫോടനങ്ങളും അരങ്ങേറി. കക്കോപഥാർ സൈനിക ക്യാമ്പിന് സമീപം 1 മണിക്കൂറോളം വെടിവയ്പ് നടന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ഇന്ത്യൻ ആർമിയുടെ 19ാം ഗ്രനേഡേഴ്സ് യൂണിറ്റ് ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. സ്ഫോടനത്തിൽ 3 സൈനികർക്ക് പരിക്കേറ്റതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് സൈന്യവും പോലീസും പ്രദേശം വളഞ്ഞ് സഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണം നടത്തിയവരെ കണ്ടെത്താൻ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ആക്രമണത്തിന് ഉപയോഗിച്ചുവെന്ന് കരുതുന്ന ട്രക്ക് പിന്നീട് അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ തെങ്കാപ്പാനി മേഖലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇനി കേരള ന്യൂസിലേക്ക്. ഹിജാബ് വിലക്ക് നേരിട്ട 8ാം ക്ലാസ് വിദ്യാർത്ഥിനി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ പഠനം അവസാനിപ്പിക്കുന്നു. കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും TC വാങ്ങുകയാണെന്നുമാണ് വിദ്യാർത്ഥിയുടെ പിതാവ് PM അനസ് പറഞ്ഞത്. വിഷയത്തിൽ ഇടപെട്ട സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിക്കും നന്ദിയുണ്ടെന്നും മതസൗഹാർദ്ദം തകരുന്ന ഒന്നിനും സമൂഹത്തിൽ ഇടം കൊടുക്കരുതെന്നും പിതാവ് പറഞ്ഞു. പേടിയും പനിയും വന്ന മകൾ മാനസികമായ വലിയ ബുദ്ധിമുട്ടിലാണെന്നും മതാചാര പ്രകാരമുള്ള ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകണമെന്നായിരുന്നു ആഗ്രഹമെന്നും എന്നാൽ ന്യായമായ അവകാശം സ്കൂൾ അധികൃതർ നിഷേധിക്കുകയായിരുന്നും അനസ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോറ്റിയുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ നാളെ കോടതിയിൽ ഹാജരാക്കും. ഗൂഢാലോചനയിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുവെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. കട്ടസ്വർണം ഉദ്യോഗസ്ഥർക്ക് വിധിച്ചു കൊടുത്തെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലുണ്ട്. കൽപേഷ് വന്നതും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം കണ്ടെത്താൻ ശ്രമത്തിലാണ് പോലീസ്. 10 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെയാണ് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയത്. മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് സ്പോൺസർ കൽപേഷിനാണെന്ന് SIT കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു യാത്ര ദുരൂഹമാണെന്നും പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും SIT വിലയിരുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സന്നിധാനത്ത് SIT പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പൊളിമാത്തുള്ള വീട്ടിൽ നിന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT കസ്റ്റഡിയിലെടുത്തത്. KPCCയിൽ പുനഃസംഘടന ഒടുവിൽ നടപ്പായി. രാഷ്ട്രീയകാര്യ സമിതിയിൽ 6 പേരെ കൂടി ഉൾപ്പെടുത്തിയാണ് AICC നേതൃത്വം പുതിയ പട്ടിക പുറത്തിറക്കിയത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, VK ശ്രീകണ്ഠൻ MP, ഡിൻ കുര്യാക്കോസ്, പന്തളം സുധാകരൻ, AK മണി, CP മുഹമ്മദ് എന്നിവർ പുതിയ അംഗങ്ങളായി രാഷ്ട്രീയകാര്യ സമിതിയിലെത്തി. നീണ്ടുനിന്ന ചർച്ചകൾക്കും അനിശ്ചിതത്തിനും ഒടുവിലാണ് തീരുമാനം പുറത്തു വന്നത്. 13 വൈസ് പ്രസിഡന്റുമാരെയും 58 ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി. മുൻ സംഘടനാ ജനറൽ സെക്രട്ടറി M ലിജുവിനെ വൈസ് പ്രസിഡന്റാക്കി ഉയർത്തിയപ്പോൾ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ പാലോട് രവിയും വൈസ് പ്രസിഡന്റ് നിയമിക്കപ്പെട്ടു. VA നാരായണനാണ് KPCC ട്രഷറർ. വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത ബന്ധമുള്ള D സുഗതൻ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി. ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ സന്ദീപ് വാര്യർ, അനിൽ അക്കര, K ശബരിനാഥൻ, ജ്യോതികുമാർ ചമക്കല, ഹക്കീം കൂന്നിൽ, മുൻ കോട്ടയം DCC അധ്യക്ഷൻ ജോഷി ഫിലിപ്പ് തുടങ്ങിയവരും ഇടം നേടി. KPCC ഭാരവാഹി പട്ടികയിൽ പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തിയ വനിതാ നേതാവും ദേശീയ വക്താവുമായ ഷമ മുഹമ്മദ്. ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കഴിവൊരു മാനദണ്ഡമാണോ എന്നാണ് ഷമ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി പുനഃസംഘടനയിൽ തന്നെയും പരിഗണിക്കണമെന്ന് നേതൃത്വത്തോട് ഷമ ആവശ്യപ്പെട്ടു. കണ്ണൂർ DCCയുടെ പരിപാടികളിലും സമരങ്ങളിലും ഷമ അടുത്തിടെ സജീവമായിരുന്നു. എന്നിട്ടും പുനഃസംഘടനയിൽ ഇടം കിട്ടാത്തതാണ് ഷമയെ പ്രകോപിപ്പിച്ചത്. പുനഃസംഘടിപ്പിച്ച KPCC ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ പതിവ് പോലെ കോൺഗ്രസിലേത് ജംബോ കമ്മിറ്റി എന്ന ആരോപണം ഉയർന്നു. കോൺഗ്രസിന്റേത് ജംബോ ബോയിങ് കമ്മിറ്റി എന്നൊക്കെ പരിഹസിക്കുന്ന CPM-നുള്ളത് 89 പേരുടെ സംസ്ഥാന കമ്മിറ്റിയാണ്. കോൺഗ്രസിനുള്ളത് 77. മണി ഗ്രൂപ്പിന് വരെയുണ്ട് 272 സംസ്ഥാന ഭാരവാഹികൾ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിമർശനം. KPCC പുനഃസംഘടിച്ചപ്പോൾ പതിവ് പോലെ ജംബോ കമ്മിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അതിശയിക്കാനൊന്നുമല്ല. സ്ഥിരം പരിപാടിയാണിത്. കോൺഗ്രസിൽ ആരെയും വെറുതെ വിടില്ല. ഇനി ആർക്കെങ്കിലും ഭാരവാഹിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ പേര് നൽകിക്കോ, ഒരു കൈ നോക്കാം എന്ന മട്ടിലാണ് പുനഃസംഘടിപ്പിച്ച ജംബോ ബോയിങ് കമ്മിറ്റി ഇപ്പോൾ വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇത് ജംബോ കമ്മിറ്റി എന്ന് വീണ്ടും പരിഹസിക്കുന്ന CPM-നുള്ളത് എത്രയെന്ന് അറിയാമോ? 89 അംഗ സംസ്ഥാന കമ്മിറ്റി. ഇടത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന മാണി ഗ്രൂപ്പിനുള്ള എത്രയെന്ന് അറിയാവോ? 272 സംസ്ഥാന സമിതി അംഗങ്ങൾ. ഇവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിലേക്ക് നടന്ന ഏറ്റവും പുതിയ നടന്ന നിയമനങ്ങൾ, അതുണ്ടാക്കിയ വിവാദങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. തനിക്ക് കേരളത്തിൽ പ്രവർത്തിച്ചാൽ മതി, ഡൽഹിയിൽ പോകണ്ട എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി നിയമിതനായ മുൻ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ശക്തമായ നിലപാടെടുത്തിട്ടും ആരും മൈൻഡ് ചെയ്തില്ല.
തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചാണ്ടി ഉമ്മൻ MLA യും അല്ലാതെ. ബാക്കി എല്ലാവരും KC വേണുഗോപാൽ, ഷാഫി പറമ്പിൽ പക്ഷത്തിന്റെ അടുത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ ഭാവിയിൽ ഈ KC ഷാഫി ഗ്രൂപ്പ് ശക്തമാകുമ്പോൾ അങ്ങോട്ട് ചേക്കേറാൻ ഒരു ഊഴം കാത്തു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് അബിൻ വർക്കി പിന്തുണയ്ക്കാൻ ആരുമില്ലാതെ പോയത്. കോൺഗ്രസിന്റെ ഇത് ജംബോ കമ്മിറ്റിയാണെന്ന് ഒരു കുറ്റമായി വിശേഷിപ്പിക്കുമ്പോൾ CPM-ലും BJP-ക്കും എത്ര പേരുണ്ട് സംസ്ഥാന സമിതിയിൽ എന്നുകൂടി അറിയണം. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണത്തെ പാർട്ടി സമ്മേളനത്തിൽ CPM സംസ്ഥാന സമിതിയിലേക്ക് ഇടം നേടിയ പ്രതിനിധികളുടെ എണ്ണം 89. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഉൾപ്പെടെ 38 പേരേ ഉള്ളൂ. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴത്തേക്കാണ് BJP ജില്ലാ ഘടകങ്ങൾ വിഭജിച്ച് 3ഉം 4ഉം അധ്യക്ഷന്മാരും അതിന് തക്കവണ്ണം ഭാരവാഹികളെയും ഒക്കെ തീരുമാനിച്ചതും തിരഞ്ഞെടുത്തതും. ഇങ്ങനെ നോക്കുമ്പോൾ നിലവിലെ KPCC ഭാരവാഹികളുടെ എണ്ണം പ്രസിഡന്റ് ഉൾപ്പെടെ 77 ആണ്. കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇർക്കിൽ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും ജോസഫ് ഗ്രൂപ്പിനും KPCC-യേക്കാൾ വലിയൊരു പട്ടികയാണുള്ളത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഭാരവാഹി പട്ടിക നോക്കുകയാണെങ്കിൽ അവർക്ക് പാർട്ടി ചെയർമാനെ കൂടാതെ 3 വൈസ് ചെയർമാൻമാർ, 15 ജനറൽ സെക്രട്ടറിമാർ, ഒരു ട്രഷറർ, 7 അംഗ രാഷ്ട്രീയകാര്യ സമിതി, 23 അംഗ ഹൈപ്രസ് കമ്മിറ്റി, 91 അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റി, 131 അംഗ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്. ഇത് ജംബോ എന്നല്ല, ബോയിങ് എന്ന് പറയേണ്ടി വരും ഈ കമ്മിറ്റിയെ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഭാരവാഹി പട്ടിക ചെയർമാൻ, വർക്കിംഗ് ചെയർമാൻ, എക്സിക്യൂട്ടീവ് ചെയർമാൻ, സെക്രട്ടറി ജനറൽ, ചീഫ് കോർഡിനേറ്റർ, 2 ഡെപ്യൂട്ടി ചെയർമാൻമാർ, 14 വൈസ് ചെയർമാൻമാർ, 3 സ്റ്റേറ്റ് അഡ്വൈസർമാർ, 2 സീനിയർ ജനറൽ സെക്രട്ടറിമാർ, 3 ജൂനിയർ ജനറൽ സെക്രട്ടറിമാർ, ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി, ട്രഷറർ, കോർഡിനേറ്റർ, അങ്ങനെ 28 ഭാരവാഹികളുണ്ട്. ഇത് കൂടാതെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മറ്റ് സംസ്ഥാന സമിതികളും. അപ്പോൾ കേരളത്തിൽ BJP ഒഴികെ ബാക്കി എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ ജംബോ ബോയിങ് കമ്മിറ്റി തന്നെയാണ്. എന്തിനാണ് ഇത്രയും വലിയൊരു കമ്മിറ്റി എടുത്തു വെക്കുന്നത് എന്ന് വെച്ചാൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനൊന്നുമല്ല, വിവിധ ജില്ലകളിലെ വിവിധ ഗ്രൂപ്പുകളിലെ തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് കോൺഗ്രസിൽ വീണ്ടും വീണ്ടും ജംബോ കമ്മിറ്റി എന്ന ഒരു നാണക്കേട് വരുത്തി വെക്കുന്നത്. ഇതിൽ എത്ര പേർ ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ഇനിയെങ്കിലും KPCC നേതൃത്വം ഒന്ന് വിലയിരുത്തണം. പുതിയതായി വന്ന ജംബോ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ എത്ര ജില്ലകളെ പ്രതിനിധാനം ചെയ്യുന്നു, അവരൊക്കെ ഏതൊക്കെ ചുമതലകൾ വഹിക്കുന്നു, അതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഒരു രാഷ്ട്രീയ ഓഡിറ്റിംഗ് നടത്താൻ ഒരു ആർജവമെങ്കിലും ഇനി KPCC കാണിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ 2026-ൽ തിരിഞ്ഞു നോക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയുള്ളൂ എന്നും KPCC നേതൃത്വം ഓർക്കേണ്ടതാണ്. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ജീവനൊടുക്കിയ സംഭവത്തിൽ സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ്. സ്കൂളിലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മൊഴിയെടുക്കും. അർജുന്റെ ആത്മഹത്യ അധ്യാപകരുടെ മാനസിക പീഡനം മൂലമാണെന്ന ആരോപണത്തിൽ പ്രധാന അധ്യാപിക യുലിസി, ക്ലാസ് അധ്യാപിക T ആശ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അധ്യാപിക ശകാരിച്ചതിൽ അസ്വസ്ഥനായ അർജുൻ സ്കൂൾ വിട്ടുപോകുമ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്ന് സഹപാഠിയെ കുട്ടി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇനി സ്പോർട്സ് ന്യൂസ്. അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിൽ എത്തില്ലെന്ന് റിപ്പോർട്ട്. തയ്യാറെടുപ്പുകളുടെയും യാത്രയുടെയും കാര്യത്തിൽ സംഘാടകർ തുടർച്ചയായി കരാറുകൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിസമ്മതം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധി ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമമായ ലാ നാസിയോണാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. നവംബറിലെ ഇന്ത്യൻ പര്യടനം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചെന്നും അതിനെ പ്രതിനിധി കേരളത്തിലെത്തി എന്നും, പക്ഷേ സ്റ്റേഡിയവും ഹോട്ടലും സന്ദർശിച്ചെങ്കിലും ആവശ്യപ്പെട്ട ക്രമീകരണങ്ങൾ സജ്ജമാക്കാൻ കേരളത്തിന് സാധിച്ചില്ലെന്നും ടീം പറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. നവംബറിന് പകരം മാർച്ചിൽ പര്യടനം നടത്തിയേക്കുമെന്ന് FA പ്രതിനിധിയെ ഉദ്ധരിച്ച് ലാ നാസിയോൺ റിപ്പോർട്ട് ചെയ്യുന്നു. നവംബർ 17-ന് കൊച്ചിയിൽ ഓസ്ട്രേലിയക്കെതിരെ ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും പ്രഖ്യാപനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള പാസ്പോർട്ടുകളുടെ പട്ടികയിൽ UK-യുടെ പാസ്പോർട്ടിന് കുത്തനെ ഇടിവ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 റിപ്പോർട്ട് പ്രകാരം UK പാസ്പോർട്ട് 8ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. പട്ടികയിലെ ആദ്യ 10-ൽ നിന്ന് US പുറത്തായി. US ഇപ്പോൾ മലേഷ്യക്കൊപ്പം 12ാം സ്ഥാനത്ത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള ലോകം കാത്തിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിൽ വേദിയൊരുങ്ങുന്നു. താനും പുടിനും തമ്മിൽ ബുഡാപെസ്റ്റിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ലണ്ടനിലെ ഭവന നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് താങ്ങാനാവുന്ന വീടുകൾ നിർമ്മിക്കാനും അവയ്ക്ക് ഉയർന്ന സബ്സിഡികൾ അവകാശപ്പെടാനും ഡെവലപ്മെന്റ് അനുവദിക്കുന്ന സർക്കാർ പദ്ധതി വരുന്നു. UK-യിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥരടക്കം 1.8 ദശലക്ഷം ആളുകൾക്ക് സ്മാർട്ട് ഫോൺ അധിഷ്ഠിത വെറ്ററൻ കാർഡ് വെള്ളിയാഴ്ച മുതൽ ലഭ്യമാക്കും. സർക്കാരിന്റെ ഡിജിറ്റൽ ID സ്കീം പരീക്ഷിക്കുന്നതിന്റെ ആദ്യഘട്ടം. ആസ്ബസ്റ്റോസ് കലർന്ന ടാൽക്കടങ്ങിയ ബേബി പൗഡർ UK-യിൽ മനഃപൂർവ്വം വിറ്റഴിച്ചതായി ആരോപിച്ച് US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസണെതിരെ 3000-ലധികം UK-ക്കാർ നിയമ നടപടിയിലേക്ക്.
വിമാനങ്ങളിലെ വളർത്തുമൃഗങ്ങളെ ബാഗേജായി തരംതിരിക്കാമെന്ന് യൂറോപ്യൻ നീതിന്യായ കോടതി. ഇനി മുതൽ വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടാൽ വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. യുകെയിൽ ഹണി ട്രാപ്പിലൂടെ പണം തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. റൊമാൻസ് തട്ടിപ്പുകൾ തടയാൻ ബാങ്കുകൾ കർശന നടപടിയെടുക്കണമെന്ന് ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി. US സർക്കാർ പെന്റഗണിൽ വാർത്താ റിപ്പോർട്ടിംഗിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാലിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ഡസൻ കണക്കിന് റിപ്പോർട്ടർമാർ ആക്സസ് ബാഡ്ജുകൾ തിരികെ നൽകി പെന്റഗൺ വിട്ടു. ഓസ്കാർ അവാർഡ് ജേതാവ് ഡോക്ടർ റസൂൽ പൂക്കുറ്റിക്ക് യുകെയിൽ ആദരവുമായ കലാ ആനുവൽ ഡേ നാളെ. റസൂൽ പൂക്കുറ്റി കലാ പുരസ്കാരം ഏറ്റുവാങ്ങുക ബർക്കംസ്റ്റഡ് സെന്റിനറി തിയേറ്ററിൽ വെച്ച്. ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെയുള്ള 16 BJP മന്ത്രിമാരും രാജിവെച്ചു. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ് രാജി. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. ഗൂഢാലോചനയിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. KPCCയിൽ പുനഃസംഘടന നടപ്പായി. രാഷ്ട്രീയകാര്യ സമിതിയിൽ 6 പേരെ കൂടി ഉൾപ്പെടുത്തി AICC നേതൃത്വം പുതിയ പട്ടിക തയ്യാറാക്കി. 13 വൈസ് പ്രസിഡന്റുമാരെയും 58 ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.